പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ്. രത്നാകരാധൗതപദാം ഹിമാലയ കിരീടിനിം ബ്രഹ്മരാജർഷി രത്നാഢ്യാം വന്ദേ ഭാരതമാതരം. ഭാരതമാതാവിനെ വന്ദിക്കുന്നതാണ് ഈ ശ്ലോകം. രത്നാകരാധൗതപദ, രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സാഗരം ആരുടെ പാദപ്രക്ഷാളനം നടത്തുന്നുവോ, ഹിമാലയ കിരീടിനി, ഹിമാലയം ആരുടെ കിരീടമായി തീരുന്നുവോ, ബ്രഹ്മരാജർഷി രത്നാഢ്യാം, ബ്രഹ്മർഷിമാരും രാജർഷിമാരുമാകുന്ന രത്നങ്ങളാൽ ആര് അലങ്കരിക്കപ്പെടുന്നുവോ, വന്ദേ ഭാരതമാതരം, ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം ഭാരതമാതാവിനെ വന്ദിക്കലാണ്. ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഭാസിൽ രമിക്കുന്നത്. ഭ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. പ്രകാശത്തിൽ രമിക്കുന്നത്, പ്രകാശത്തെ അറിവ്, സത്യം, ജ്ഞാനം ഇതായിട്ട് ഭാരതം കാണുന്നു, ജ്യോതിയായിട്ട്. എങ്കിൽ ഭാരതം അറിവിൽ രമിക്കുന്നത്, ഭാരതീയൻ അറിവിൽ രമിക്കുന്നവൻ. മനസ്സിലാക്കുക, ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ട് അതിന് ഭാരതം എന്ന പേര് കിട്ടി എന്ന സങ്കല്പമുണ്ട്. എന്നാൽ ആത്യന്തികമായി ഭാസിൽ രമിക്കുന്നവന്റെ നാട് എന്ന അർത്ഥത്തിൽ ഭാരതം. ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു. ഏത് ഭാരതമാതാവ്? ഭാരതത്തിൻ്റെ 4 കോണുകൾ, 4 ഭാഗങ്ങൾ, 3 ഭാഗങ്ങൾ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇന്നത്തെ അതിൻ്റെ പേര് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഈ സാഗരങ്ങളെ സായിപ്പ് വന്നപ്പോൾ പേര് മാറ്റി. വെളുത്ത സായിപ്പിൽ നിന്നും കറുത്ത സായിപ്പിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മുടെ സാഗരത്തിൻ്റെ പേര് നമ്മൾ തിരിച്ചു പിടിച്ചില്ല. 2500 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഗംഗാ നദി ചെന്നുത്ഭവിക്കുന്ന ആ സാഗരത്തെ ഗംഗാസാഗരമെന്നും, സിന്ധു നദീതട സംസ്കാരം രൂപപ്പെട്ട ആ സാഗരത്തെ സിന്ധുസാഗരമെന്നും, സിന്ധുസാഗരവും ഗംഗാസാഗരവും സംഗമിക്കുന്നതിനെ സിന്ധു മഹാസാഗരമെന്നും നാം വിളിച്ചു. അതിനെ ഇന്ന് ബംഗാൾ ഉൾക്കടലെന്നും അറബിക്കടലെന്നും സിന്ധു മഹാസാഗരത്തെ ഇന്ത്യൻ മഹാസമുദ്രമെന്നും അറിയപ്പെടുന്നു. ഇവിടെ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നതാണ് സാഗരങ്ങൾ. സാഗരം അനന്തതയാണ്. അനന്തത, അറ്റമില്ലാത്തത്. സാഗരത്തെ അറ്റമില്ലാത്തത് എന്ന് പറയുന്നത് സാഗരം ഒരു പ്രതീകമാണ്. അറ്റമില്ലാത്തതാണ് ശിവലിംഗം. ശിവലിംഗം അനന്തമായി വളരുന്നത് എന്നും മംഗളമെന്നുമാണ് ശിവലിംഗത്തിൻ്റെ അർത്ഥം. അപ്പം അനന്തതയെ സൂചിപ്പിക്കുവാനാണ് സാഗരത്തെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്നത്. ആ സാഗരം, അനന്തമായി വളരുന്ന ജ്ഞാനം, അത് രത്നഖനി കൂടിയാണ്. ആ സാഗരമാണ് ഭാരതമാതാവിൻ്റെ പാദങ്ങളെ വന്ദിക്കുന്നത്. ഭാരതമാതാവിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചാൽ ആ ഭാരതമാതാവിൻ്റെ കാൽപാദങ്ങളാണ് സാഗരം. തീർന്നില്ല, ഹിമാലയത്തെ കിരീടമാക്കിയവളാണ്. ഹിമാലയം, ഭാരതീയൻ, ഇന്ത്യക്കാരൻ, ഹിന്ദുസ്ഥാനി, ഈ 3 പേരുകളാണ് നമുക്കുള്ളത്. നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരൻ. ഇന്ത്യ എന്ന വാക്ക് സായിപ്പിൻ്റെ സംഭാവനയാണ്. ഭാരതം ഭാസിൽ ലഭിക്കുന്നത്. 3 ഹിന്ദുസ്ഥാൻ, ഈ മണ്ണിൻ്റെ 3 പേരുകളാണ് ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ തുടങ്ങി സിന്ധു മഹാസാഗരം വരെ, അതായത് ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം വരെ, തം ദേവനിർമ്മിതം ദേശം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായൊരു ദേശം. ആ മണ്ണിൻ്റെ പേര് ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, അതാണ് ഹിന്ദുസ്ഥാൻ. അപ്പൊ ഹിമാലയത്തിൻ്റെ ഹിയും സിന്ധുവിൻ്റെ എന്തു എടുത്താൽ ഹിന്ദു.
ഹിമാലയത്തിനും സിന്ധുവിനിടയിൽ ജീവിക്കുന്നവൻ ആരോ അവൻ ഹിന്ദു. അവൻ ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ പേര് ഹിന്ദുരാഷ്ട്രം. മനസ്സിലാക്കുക. അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പം ഒക്കെ പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാണ് എന്നൊക്കെ കാര്യം മനസ്സിലാകാതെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റാണത്. ഈ മണ്ണിൽ ജീവിക്കുന്ന 130 കോടി ജനങ്ങളുടെയും സാംസ്കാരിക നാമമാണ് ഹിന്ദു. ഹിമാലയത്തിനും സിന്ധുവിനിടയിൽ വസിക്കുന്നവൻ. ആ ഹിമാലയത്തിനും സിന്ധുവിനിടയിൽ വസിക്കുന്ന ദേശമാണ് ഹിന്ദുസ്ഥാൻ. ആ ദേശത്തിന്റെ പേരാണ് ഭാരതം. ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു. ആരാണ് ഭാരതമാതാവിനെ അലങ്കരിക്കുന്നത്? ബ്രഹ്മർഷിമാരും രാജർഷിമാരും. ആരാണ് ബ്രഹ്മർഷിമാർ? പ്രധാനമായിട്ടും സന്യാസിമാർ. ബ്രഹ്മതത്വത്തെ അറിഞ്ഞവർ, ബ്രഹ്മജ്ഞാനമുള്ളവർ. ബ്രഹ്മം ഈശ്വരൻ, ഈശ്വരനെ അറിഞ്ഞവർ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നവർ. അതാണ് ബ്രഹ്മർഷിമാർ. ആരാണ് രാജർഷിമാർ? മഹർഷിക്ക് തുല്യമായി ജീവിക്കുന്നവർ, എന്നാൽ അവർ രാജാക്കന്മാർ കൂടിയാണ്. ലളിതമായി ജീവിക്കുകയും ഉന്നതമായ ചിന്തകളെ വെച്ചു പുലർത്തുകയും മാതൃകയാവുകയും ചെയ്ത രാജാക്കന്മാർ. ഋഷിയുടെ മനസ്സുമായി ജീവിക്കുകയും രാജാവായിട്ട് പ്രജകളെ പരിപാലിക്കുകയും ചെയ്യുന്നവൻ രാജർഷി. അങ്ങനെ ബ്രഹ്മർഷിമാരും രാജർഷിമാരുമാകുന്ന രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട എൻ്റെ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രത്നാകര ധൗതപദ ഹിമാലയ കിരീടിനി ബ്രഹ്മരാജർഷി രത്നാഢ്യാം വന്ദേ ഭാരതമാതരം. അടുത്ത ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.